ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കാം ഹെമറ്റോളജിക്കൽ ഗ്ലാസ്വെയർ നീഡ് സ്പെഷ്യൽ പ്രിക്കോഷൻസ്. നമ്മൾ ഗ്ലാസ്വെയർ ക്ലീനിങ് പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. അപ്പം ഹെമറ്റോളജിക്കൽ ഗ്ലാസ്വെയർ മീൻസ് ദ ഗ്ലാസ്വെയർ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ഹെമറ്റോളജിക്കൽ അനാലിസിസ് ഷുഡ് ഹാവ് സ്പെഷ്യൽ പ്രിക്കോഷൻസ് by cleaning process. Then do not use detergents because there is a minute concentration that may leads to RBCs hemolysis അല്ലേ. ചെറിയൊരു കോൺസെൻട്രേഷൻ തന്നെ ചേഞ്ചസ് ഉണ്ടായാൽ അത് RBCയുടെ ഹീമോലൈസിസ് അല്ലെങ്കിൽ ഡെത്ത് ഓഫ് ദിസ് റെഡ് ബ്ലഡ് സെൽസിന് കാരണമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിറ്റർജൻസ് യൂസ് ചെയ്യാൻ പാടില്ല. ഹെമറ്റോളജിക്കൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന ഗ്ലാസ് വെയർസിൽ ഒരിക്കലും നമ്മൾ ഡിറ്റർജൻസ് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ. Next, so for general tubes, pipettes, slides, then okay, pipettes, tubes, slides, wash these thoroughly under tap water. Tap water use ചെയ്ത് വാഷ് ചെയ്യണം. ക്യാൻ യൂസ് എ ബ്രഷ് ടു റിമൂവ് എനി ലെഫ്റ്റ് ഓവർ ഫ്രം ദ ഗ്ലാസ്വെയർ. ഗ്ലാസ്വെയറിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് അതിനെ കഴുകിക്കളയാം. കീപ് ദ ഹെമറ്റോളജി യൂസ്ഡ് മെറ്റീരിയൽ ഇൻ എ ഡൈക്രോമേറ്റ് സൊല്യൂഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു ഡൈക്രോമേറ്റ് സൊല്യൂഷനിൽ കീപ്പ് ചെയ്യുക. ഇപ്പോൾ 1% അല്ലെങ്കിൽ 2% ഡൈക്രോമേറ്റ് സൊല്യൂഷനിൽ 12 to 24 hours കീപ്പ് ചെയ്യുക. ദെൻ അഗെയിൻ വാഷ് തറലി വിത്ത് ടാപ്പ് വാട്ടർ. പിന്നെ ടാപ്പ് വാട്ടർ കൊണ്ട് നന്നായി വാഷ് ചെയ്യുക. അലോ ഡ്രൈൻ ഹോട്ട് എയർ ഓവൻ. ഡ്രൈൻ ചെയ്യുക, ഹോട്ട് എയർ ഓവനിൽ വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഹെമറ്റോളജിക്കൽ പർപ്പസിന് യൂസ് ചെയ്യുന്നതിൽ ഒരിക്കലും ഡിറ്റർജൻസ് യൂസ് ചെയ്യാൻ പാടില്ല. അത് ക്രോമിക് ആസിഡ്സ് കൊണ്ടാണ്, ഡൈക്രോമേറ്റ് അല്ലെങ്കിൽ ക്രോമിക് ആസിഡ് സൊല്യൂഷൻ കൊണ്ടാണ് അത് വാഷ് ചെയ്യേണ്ടത്. 2% 1% ക്രോമിക് ആസിഡ് സൊല്യൂഷൻ എടുക്കാം, അല്ലെങ്കിൽ സ്പെസിഫിക് സൊല്യൂഷൻ പെർസെൻറ്റേജ് കാണും. അതെടുത്തിട്ട് അതിൽ ഓവർനൈറ്റ് ഡിപ്പ് ചെയ്ത് വെക്കുക. വെച്ച ശേഷം അത് ഡ്രെയിൻ ചെയ്ത് ടാപ്പ് വാട്ടർ കൊണ്ട് നന്നായി കഴുകുക. പിന്നെ ഹോട്ട് എയർ ഓവനിൽ ഉണക്കിയെടുക്കുക. ഇത്രയുമാണ് പ്രൊസീജിയേഴ്സ് വരുന്നത്. Then blood pipettes need the following method to clean. Blood pipettes ആണെങ്കിൽ ബ്ലഡ് യൂസ് ചെയ്യുന്ന pipettes ആണെങ്കിൽ with the help of suction pump or hand held suction pump draw tap water through these pipettes അല്ലേ. ഒരു പമ്പ് യൂസ് ചെയ്തിട്ട് അതിലോട്ട് നമ്മൾ സക്ഷൻ പമ്പ് യൂസ് ചെയ്തിട്ട് വാട്ടർ ശക്തമായിട്ട് ഒഴിക്കണം. ദെൻ യൂസ് ഡിസ്റ്റിൽഡ് വാട്ടർ ഫോർ സക്ഷൻ ആൻഡ് വാഷിംഗ്. വാഷിങ്ങിന് നമുക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ യൂസ് ചെയ്യാം. ലാസ്റ്റ് ക്യാൻ യൂസ് അസറ്റോൺ ഫോർ ദ സെയിം പർപ്പസ്. പിന്നെ ലാസ്റ്റ് ഫൈനലി അസറ്റോൺ യൂസ് ചെയ്യുമ്പോൾ അത് നല്ല പ്യുവറായിട്ട് ക്ലീൻഡ് ആയിരിക്കും അല്ലെ, വെൽ ക്ലീൻഡ് ആയിരിക്കും. ലെറ്റ് ദം ഡ്രൈ ഇൻ ദ എയർ. ദെൻ ഇഫ് ദർ ആർ ബ്ലഡ് മൈക്രോക്ലൗഡ്സ് കീപ് ദം 10% പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഫോർ 12 to 24 hours. ഇപ്പം മൈക്രോക്ലൗഡ്സ് എന്തെങ്കിലും ബ്ലഡിൻ്റെ സ്റ്റെയിൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ 10% പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനിൽ നമ്മൾ നേരത്തെ ഡൈക്രോമേറ്റ് സൊല്യൂഷനിൽ ഓവർ നൈറ്റ് ഡിപ്പ് ചെയ്ത് വെക്കുമ്പോൾ ഇത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അല്ലേ, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് അല്ല, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനിൽ ഓവർനൈറ്റ് ഡിപ്പ് ചെയ്ത് വെക്കുക. ദെൻ ഷുഡ് ക്ലീൻ ദ ഗ്ലാസ് വെയർ ആസ് സൂൺ ആസ് പോസിബിൾ അല്ലേ. നമ്മൾ ഹെമറ്റോളജിക്കൽ അനാലിസിസിന് യൂസ് ചെയ്യുന്നതൊക്കെ ഏറ്റവും വേഗം ക്ലീൻ ചെയ്യുക. ഇൻ ദ കേസ് ഓഫ് ഡിലേ പുട്ട് ദ ഗ്ലാസ് വെയർ ഇൻ വാട്ടർ. എന്തെങ്കിലും ഡിലേ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മളത് വെള്ളത്തിൽ മുക്കി വെക്കുക. അപ്പം എന്തെങ്കിലും സ്റ്റെയിൻസ് ഒന്നും അത് ഡ്രൈഡ് ആകത്തില്ല, അതുപോലെ അതിൽ സ്റ്റിക്ക് ഓവർ ആവത്തില്ല. ഇൻ ദ കേസ് ഓഫ് ലേറ്റ് ക്ലീനിങ് ദ റെസിഡ്യൂ മേ നോട്ട് ബി പോസിബിൾ ടു റിമൂവ് അല്ലേ. നമ്മൾ ക്ലീൻ ചെയ്യാൻ സമയം എടുക്കുന്നതനുസരിച്ച് റെസിഡ്യൂസ് അതിൽ സ്റ്റിക്ക് ഓവർ ആകും. No glassware that's slightly alkaline needs to be soaked in acidic water. ഓക്കെ, ആൽക്കലൈൻ സബ്സ്റ്റൻസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് അസിഡിക് വാട്ടറിൽ വാഷ് ചെയ്യണം. അസിഡിക് വാട്ടറിൽ 1% HCl or HNO3 വാഷ് ചെയ്യണം. സെവറൽ ഹവേഴ്സ് ബിഫോർ വാഷിംഗ്. നമ്മൾ കുറച്ച് മണിക്കൂർ മുന്നേ അതിന് മുക്കി വെച്ചിട്ട് ആസിഡ്സിൽ ആൽക്കലൈൻ സൊല്യൂഷൻസ് ആണ് നമ്മൾ ടെസ്റ്റിന് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആസിഡ്സിൽ വാഷ് ചെയ്തെടുക്കാം. ഓക്കെ. ദെൻ ക്ലീനിങ് സൊല്യൂഷൻ ടു പ്രിപ്പയർ ദ ലാബിൽ ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സോഡിയം ഡൈക്രോമേറ്റ് 20 grams ആണ് ടെക്നിക്കൽ ഗ്രേഡ് വരുന്നത്. 20 grams ആണ് വരുന്നത്. സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ ടെക്നിക്കൽ ഗ്രേഡ് 300 ml ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ പ്രൊസീജിയർ വേണ്ട 20 grams സോഡിയം ഡൈക്രോമേറ്റ് salt, then sulfuric acid solution of 30 ml sulfuric acid solution. Mix sodium dichromate in water and make a thick purse അല്ലേ. സോഡിയം ഡൈക്രോമേറ്റ് 20 grams എടുത്ത് വാട്ടറിൽ മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കുക. സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്താൽ അത് പ്രോപ്പറായിട്ട് മിക്സ് ആകത്തുള്ളൂ. Add carefully sulfuric acid in small quantity with constant stirring. അവിടെ കുറച്ചായിട്ട് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും, ഒരു ക്ലിയർ സൊല്യൂഷൻ ഫോം ചെയ്യും, ഒരു യെല്ലോയിഷ് ബ്രൗൺ ക്ലിയർ സൊല്യൂഷൻ ഫോം ചെയ്യും. ദെൻ ടേക്ക് ദ അപ്പർ ക്ലിയർ സൊല്യൂഷൻ ഫോർ യൂസ്. എന്നിട്ട് എന്തെങ്കിലും കുറച്ച്
സ്ലഡ്ജ് ഫോം ചെയ്യും, അടിയിൽ കുറച്ച് സ്ലഡ്ജ് ഫോം ചെയ്യും. ഇൻ കേസ് അവിടെ ഡൈക്രോമേറ്റ് സൊല്യൂഷൻ ഫോം ചെയ്യാത്തത് അടിയിൽ സ്ലഡ്ജ് ഫോം ചെയ്യും. അപ്പോൾ അപ്പർ സൊല്യൂഷൻ എടുക്കുക, നമ്മളത് വാഷിന് വേണ്ടി യൂസ് ചെയ്യുക. ക്യാൻ യൂസ് ഇറ്റ് ടിൽ ദർ ഇസ് എ റെഡിഷ് കളർ ഓഫ് ഡൈക്രോമേറ്റ്, അല്ലേ? റെഡിഷ് കളർ ഡൈക്രോമേറ്റിൻ്റെ റെഡിഷ് കളർ ഉള്ളത് വരെ നമുക്കത് യൂസ് ചെയ്യാം. ഡിസ്കാർഡ് വെൻ ഇറ്റ് ചേഞ്ചസ് ഫ്രം റെഡിഷ് ടു ഗ്രീൻ കളർ. അതെപ്പോഴാണ് ഗ്രീൻ കളർ ആകുന്നത്, അപ്പോൾ നമുക്കത് കളയണം. ഓക്കെ. The solution can remove organic as well as inorganic material because of its strong oxidizing power. Sodium dichromate in strong oxidizing power ആണ്. സോഡിയം or potassium dichromate, ഏത് ഡൈക്രോമേറ്റ് ആയാലും ഡൈക്രോമാറ്റിക് സൊല്യൂഷന് ഡൈക്രോമേറ്റിന് സ്ട്രോങ് ഓക്സിഡൈസിങ് പവർ ആണ്. അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള എല്ലാ ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് മെറ്റീരിയൽസിനും ഓക്സിഡൈസ് ചെയ്യും. ഷുഡ് നോട്ട് യൂസ് ദി സൊല്യൂഷൻ ഓൺ പ്ലാസ്റ്റിക് വെയർ എക്സെപ്റ്റ് ടെഫ്ലോൺ. ഇത് നമ്മൾ സൾഫ്യൂരിക് ആസിഡിൽ നമ്മൾ ചെയ്യുന്നതാണ്, ഡൈല്യൂട്ട് ചെയ്തെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും പ്ലാസ്റ്റിക് വെയേഴ്സിൽ യൂസ് ചെയ്യാൻ പാടില്ല. ടെഫ്ലോൺ ആണെങ്കിൽ സ്ട്രോങ്ങസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ടെഫ്ലോണിൽ യൂസ് ചെയ്യാൻ പറ്റും. ആഫ്റ്റർ സോഡിയം ഡൈക്രോമേറ്റ് ക്ലീനിങ് thoroughly rinse with ടാപ്പ് വാട്ടർ ആൻഡ് ദെൻ റിയേജന്റ് വാട്ടർ. സോഡിയം ഡൈക്രോമേറ്റ് കൊണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ടാപ്പ് വാട്ടർ കൊണ്ട് ക്ലീൻ ചെയ്യണം, പിന്നെ റിയേജന്റ് വാട്ടർ കൊണ്ട് ക്ലീൻ ചെയ്യണം. പ്രിക്കേഷൻസ് നമ്മൾ നോക്കേണ്ടത് മീൻസ് പവർഫുൾ കൊറോസീവ് ഏജൻ്റ് ആണ് സോഡിയം ഡൈക്രോമേറ്റ് എന്ന് പറയുന്നത്. സോ യു മസ്റ്റ് വിയർ റബ്ബർ ഗ്ലൗസ്, സേഫ്റ്റി ഗ്ലാസസ് ആൻഡ് റബ്ബർ ഓർ പ്ലാസ്റ്റിക് അപ്രോൺ. നമ്മുടെ പ്രിക്കോഷൻസ് എല്ലാം തന്നെ എടുക്കണം. റബ്ബർ ഗ്ലൗസ് യൂസ് ചെയ്യണം, സേഫ്റ്റി ഗ്ലാസസ് യൂസ് ചെയ്യണം, റബ്ബർ ഓർ പ്ലാസ്റ്റിക് അപ്രോൺ യൂസ് ചെയ്യണം. നൈട്രിക് ആസിഡ് ആണെങ്കിലും സ്ട്രോങ് നൈട്രിക് ആസിഡ് ഈസ് യൂസ്ഡ് ബെറ്റർ ടു യൂസ് ഇൻ ഹുഡ്സിലൊക്കെ ആണെങ്കിൽ, നമ്മൾ എയർ ഫിൽറ്റേഴ്സിൻ്റെ ഹുഡ്സിലൊക്കെ ആണെങ്കിൽ സ്ട്രോങ് നൈട്രിക് ആസിഡ് യൂസ് ചെയ്യാം. HCl ആണെങ്കിൽ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണെങ്കിൽ 1 mol per liter ഓർ ലെസ് യൂസ് ചെയ്യാൻ പറ്റും. നോട്ട് ഹുഡിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും എന്തെങ്കിലും ആൽക്കലി സബ്സ്റ്റൻസ് ഒക്കെ യൂസ് ചെയ്യുന്നിടത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ്സ്, നൈട്രിക് ആസിഡ്സും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് സൾഫ്യൂരിക് ആസിഡൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഡ്രൈയിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിച്ചതാണ്. എയർ ഡ്രൈ എങ്ങനെയാണ് ചെയ്യേണ്ടത്. ദെൻ ഓവൻ അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 100 degree Celsius ആൻഡ് ദ ലബോറട്ടറി വെയർ കെപ്റ്റ് ബോട്ടം അപ്പ്, അല്ലേ? ഓവനിൽ 100 degree Celsius നമ്മൾ എയർ ഡ്രൈ ചെയ്യണം. ഗ്ലാസ് വെയർ ഈസ് റിൻസ്ഡ് വിത്ത് വാട്ടർ, മിസിബിൾ ഓർഗാനിക് സോൾവെൻറ്റ് ആൻഡ് ദെൻ എക്സ്പോസ് ടു സ്ട്രീം ഓഫ് എയർ ഓർ നൈട്രോജൻ. ഒന്നുകിൽ നൈട്രോജൻ, അപ്പം അവിടെ എന്തായിരിക്കും ഇനേർട്ട് ഗ്യാസ് ആയതുകൊണ്ട് തന്നെ വേറെ ഒന്നുമായിട്ട് റിയാക്ട് ചെയ്യത്തില്ല. അല്ലെങ്കിൽ ഒരു സ്ട്രീം ഓഫ് എയറിൽ നമുക്കത് എക്സ്പോസ് ചെയ്തിട്ട്, നമ്മൾ വാഷ് ചെയ്ത ഗ്ലാസ് വെയേഴ്സ് എക്സ്പോസ് ചെയ്തിട്ട് നമുക്ക് ഉണക്കിയെടുക്കാം. പിന്നെ ഗ്ലാസ് വെയേഴ്സ് സ്റ്റോർ ചെയ്യണം, പ്രൊട്ടക്റ്റ് ഇറ്റ് ഫ്രം ഡസ്റ്റ് ഒന്നും കയറാത്തടത്ത് നമ്മൾ കമിഴ്ത്തി വെച്ച്, മാക്സിമം കമിഴ്ത്തി വെച്ച് സ്റ്റോർ ചെയ്യണം. ഹാസാർഡ്സ് ആൻഡ് സേഫ്റ്റി ഓഫ് ദ ഗ്ലാസ് വെയർ. മെയിൻ ഹസാർഡ് ഉണ്ടാകുന്നത് നമ്മൾ പൊട്ടിയ ഗ്ലാസ് വെയേഴ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴാണ്. അവോയ്ഡ് ഡിസ്പോസിബിൾ ഗ്ലാസ് വെയർ ബിക്കോസ് ദീസ് ആർ തിൻ വാൾഡ് ആൻഡ് ഈസിലി ബ്രേക്കബിൾ. അപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഗ്ലാസ് വെയേഴ്സ് എപ്പോഴും നമ്മൾ അവോയ്ഡ് ചെയ്യുക. കാരണം അത് പെട്ടെന്ന് ബ്രേക്കബിൾ ആകുമ്പോൾ നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പരിക്ക് പറ്റും. ദെയർ ആർ നോട്ട് ഫോർ ക്ലീനിങ് ആൻഡ് റീയൂസ്, അല്ലേ? അതിന് ക്ലീൻ ചെയ്യാനും റീയൂസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ബൈ കവർ ഗ്ലാസ് നമ്പർ 2 ബിക്കോസ് ദീസ് ആർ തിക്കർ ആൻഡ് ഈസിലി നോട്ട് ഡാമേജ്ഡ്. കവർ ഗ്ലാസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്പർ 2 നമ്മൾ യൂസ് ചെയ്യണം. തിക്കറാണ്, ഈസിലി നോട്ട് ഡാമേജ്ഡ് ആണ്. ചെക്ക് ബിഫോർ യൂസ് ഫോർ മെനി ക്രാക്സ് ബ്രോക്കൺ ആൻഡ് ചിപ്ഡ് എൻഡ്സ്. അപ്പോൾ ക്രാക്കോ ബ്രോക്കൺ എൻഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യണം. ദിസ് മേ കോസ് ഇഞ്ചുറി വൈൽ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഞ്ചുറീസ് ആയി മാറാൻ സാധ്യതയുണ്ട്. ദെൻ നെവർ സെൻട്രിഫ്യൂജ് ഡാമേജ്ഡ് ഗ്ലാസ് വെയർസ്. ഒരിക്കലും സെൻട്രിഫ്യൂജ് ചെയ്യാൻ പാടില്ല, പൊട്ടിപ്പോകും. ദെൻ ഹാൻഡ്ലിംഗ് ഗ്ലാസ് വെയർ, വിയർ പ്രൊട്ടക്റ്റീവ് ഗ്ലൗസ് യൂസ് ചെയ്യണം. ഡിസ്കാർഡ് ദ ബ്രോക്കൺ ഗ്ലാസ് വെയർ ഇൻ എ സ്പെഷ്യൽ ബാഗ്സ് മാർക്ക്ഡ് വിത്ത് ഷാർപ്പ്. ഓക്കെ, ഗ്ലാസ് വെയർ സ്പെഷ്യൽ ബാഗിലാക്കിയിട്ടാണ് നമ്മളത് ഡിസ്കാർഡ് ചെയ്യേണ്ടത്. വെൻ ദർ ഇസ് എ ബ്രോക്കൺ ഗ്ലാസ് ഓൺ ദ ഫ്ലോർ ഇമ്മീഡിയറ്റ്ലി ക്ലീൻ ദ ഫ്ലോർ. ഓക്കെ. ദെൻ പ്ലാസ്റ്റിക് വെയർ. പ്ലാസ്റ്റിക് വെയേഴ്സ് നമ്മൾ ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. ഗ്ലാസ് വെയേഴ്സിനെ പോലെ തന്നെ പ്ലാസ്റ്റിക് വെയേഴ്സും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. വെന്നെവർ പോസിബിൾ യൂസ് പ്ലാസ്റ്റിക് വെയർ ഇൻസ്റ്റെഡ് ഓഫ് ഗ്ലാസ് വെയർ, അല്ലേ? പ്ലാസ്റ്റിക് വെയർ ആണെങ്കിൽ കുറച്ചുകൂടി ഡ്യൂറബിൾ ആയിരിക്കും. അപ്പം നമ്മൾ ഗ്ലാസ് വെയർസിന് പകരം പ്ലാസ്റ്റിക് യൂസ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. പ്ലാസ്റ്റിക് വെയർ ഈസ് നൗ അവൈലബിൾ ആസ് ബീക്കേഴ്സ്, ഗ്രാജുവേറ്റഡ് സിലിണ്ടേഴ്സ്, ബോട്ടിൽസ്, ഫണൽസ്, സെൻട്രിഫ്യൂജ്, ട്യൂബ്, പിപ്പറ്റ്സ്, ട്യൂബിങ്, ഒരുപാട് പ്ലാസ്റ്റിക് വെയർസ്. അപ്പോൾ ഗ്ലാസ് വെയർസ് പോലെ തന്നെ പ്ലാസ്റ്റിക് വെയർസും അവൈലബിൾ ആണ്. അഡ്വാൻറ്റേജ് മീൻസ് പ്ലാസ്റ്റിക് വെയർ അൺബ്രേക്കബിൾ ആണ്. ഇറ്റ്സ് നോട്ട് റിലീസ് അയോൺസ് ലൈക്ക് ഗ്ലാസ് വെയർ, അല്ലേ? ഗ്ലാസ് വെയർ അയോൺസ് റിലീസ് ചെയ്യും, അതുപോലെ പ്ലാസ്റ്റിക് വെയേഴ്സ് റിലീസ് ചെയ്യത്തില്ല. ഹൈ കൊറോഷൻ റെസിസ്റ്റൻസ് ആണ്. ഗ്ലാസ് കൊറോഷൻ റെസിസ്റ്റൻ്റ് അല്ല, അധികമല്ല, എന്നാൽ പ്ലാസ്റ്റിക് കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണ്. ഇപ്പം നമ്മൾ ആസിഡ്സ് ഒക്കെ യൂസ് ചെയ്താലും ചിലപ്പോൾ ഗ്ലാസ് വെയേഴ്സ്, ഇപ്പം ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഗ്ലാസ് വെയേഴ്സ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. പക്ഷേ ഇൻ കേസ് ഓഫ് പ്ലാസ്റ്റിക്സ് ആണെങ്കിൽ അത് സേഫാണ്.
The disadvantages means it tends to bind various solutes and leads to surface bound material in subsequent solution. പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ബാക്കി മെറ്റീരിയൽസുമായിട്ട് സംടൈംസ് റിയാക്ട് ചെയ്തിട്ട് സർഫസ് ബൗണ്ട് മെറ്റീരിയൽ ഫോം ചെയ്യും. പോളിയെത്തിലീൻ ഈസ് പെർമിയബിൾ ടു വാട്ടർ വേപ്പർ ഈവൻ ഇൻ ടൈഡ്ലി സ്റ്റോപ്പേർഡ് ബോട്ടിൽസ്. അല്ലേ, പോളിയെത്തിലീൻ എന്താണ്? പോളിയെത്തിലീൻ പെർമിയബിൾ ആണ്, വാട്ടർ വേപ്പറിന് പെർമിയബിൾ ആണ്. ടൈഡ്ലി സ്റ്റോപ്പേർഡ് ബോട്ടിൽസിലായാലും വാട്ടർ വേപ്പറിന് പെർമിയബിൾ ആണ്. ദിസ് വിൽ ലീഡ്സ് ടു ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയേജൻസ്. അല്ലേ, കോൺസെൻട്രേഷൻ ചേഞ്ചസ് ഉണ്ടാക്കും. വാട്ടർ വേപ്പറിന് അബ്സോർബ് ചെയ്യും, കോൺസെൻട്രേഷൻ ചേഞ്ചസ് ഉണ്ടാക്കും നമ്മൾ ഇൻ കേസ് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. Polyethylene is not inert and may bind or absorb the proteins, dyes, iodine stains and picric acid. Polyethylene inert alla, okay, not inert and may bind or absorb proteins, dyes, iodine stains and picric acid. ഈ ആസിഡ്സ് പിക്രിക് ആസിഡ്, അയോഡിൻ, സ്റ്റെയിൻസ്, പ്രോട്ടീൻസ് ഇതിനെല്ലാം തന്നെ പോളിയെത്തിലീൻ എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. പോളിയെത്തിലീൻ സേഫ് അല്ല, അബ്സോർബ് ചെയ്യും. മെയിൻ ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് വെയേഴ്സ് ആണ്. പോളിയെത്തിലീൻ ഉണ്ട്. ബോട്ടിൽസ് ഉണ്ടാക്കാൻ, ബീക്കേഴ്സ് ഉണ്ടാക്കാൻ പോളിയെത്തിലീൻ യൂസ് ചെയ്യുന്നത്. ബോട്ടിൽസ്, ബീക്കേഴ്സ്, ജാർ, ജഗ്, ഫണൽസ്, പിപ്പറ്റ്, ടാങ്ക്, ബ്യൂററ്റ് കവേഴ്സ്, ചെക്ക് വാൾസ്, നീഡിൽ വാൾവ്, ഹോളോ സ്റ്റോപ്പേഴ്സ് ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് പോളിയെത്തിലീൻ യൂസ് ചെയ്യുന്നത്. അഡ്വാൻറ്റേജ് മീൻസ് ചീപ്പറാണ്, പോളിപ്രോപ്പിലിനേക്കാളും ചീപ്പാണ് ആൻഡ് യൂസ്ഡ് ഇൻ മോസ്റ്റ് ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് വെയർ. ഡിസഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞു, വാട്ടർ വേപ്പർ പെർമിയബിൾ ആണ്, ലീഡ്സ് ടു ദ കോൺസെൻട്രേഷൻ ഓഫ് റിയേജൻ ആൻഡ് കാലിബ്രേഷൻ ചേഞ്ചസ്. ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്ലി ഇനർട്ട് ആൻഡ് ഇറ്റ് ക്യാൻ അബ്സോർബ് പ്രോട്ടീൻസ്, ബയോമോളിക്യൂൾസ്, ഡൈസ്, അയോഡിൻ, പിക്രിക് ആസിഡ് എക്സെട്ര. ദെൻ പോളിഒലിഫീൻസ്. ഓക്കെ, പോളിഒലിഫീൻസിൻ്റെ അഡ്വാൻറ്റേജ് സൾഫ്യൂരിക് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഡസ് നോട്ട് സ്ലോലി അറ്റാക്ക് ഇറ്റ് അറ്റ് റൂം ടെമ്പറേച്ചർ. അല്ലേ, നമുക്ക് പോളിഒലിഫീൻസിൽ സൾഫ്യൂരിക് ആസിഡ് സ്റ്റോർ ചെയ്യാൻ പറ്റും. As a group, they are unaffected by acids, alkalis, salt solutions and most of the aqueous solution. ഈ പോളിഒലിഫീൻസ് ആസിഡ്സോ ആൽക്കലീസോ സോൾട്ട് സൊല്യൂഷനിലോ ഒന്നും അഫക്റ്റ് ചെയ്യത്തില്ല. മീൻസ് അത് നമുക്ക് യൂസ് ചെയ്താൽ അതുമായിട്ട് റിയാക്ഷൻ ഒന്നും നടക്കത്തില്ല പോളിഒലിഫീൻസ്. ഇതിന് മെയിൻ ഡിസഡ്വാൻറ്റേജ് മീൻസ് കെമിക്കലി റിലേറ്റീവ്ലി ഇനേർട്ട് ആയിരിക്കും. ഇനേർട്ട് മീൻസ് ഒന്നുമായിട്ടും റിയാക്ട് ചെയ്യത്തില്ല. അറ്റോമിക് അലിഫാറ്റിക് ആൻഡ് ക്ലോറിനേറ്റഡ് ഹൈഡ്രോകാർബൺസ് കോസ് മോഡറേറ്റ് സ്വെല്ലിംഗ് അറ്റ് റൂം ടെമ്പറേച്ചർ. അല്ലേ, അലിഫാറ്റിക് കോമ്പൗണ്ട്സും കാർബൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള അലിഫാറ്റിക്, അരോമാറ്റിക് അലിഫാറ്റിക് സൈക്ലിക് ചെയിനുള്ള കാർബൺസും ക്ലോറിനേറ്റഡ് ഹൈഡ്രോകാർബൺസ്, ക്ലോറിൻ കണ്ടെയ്ൻ ആയിട്ടുള്ള ഹൈഡ്രോകാർബൺസും അരോമാറ്റിക് അലിഫാറ്റിക് ആൻഡ് ക്ലോറിനേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മോഡറേറ്റ് സ്വെല്ലിംഗ് ഉണ്ടാക്കും റൂം ടെമ്പറേച്ചറിൽ. moderate swelling ഉണ്ടാക്കും. Then organic acids, essential oils, halogens slowly penetrate these plastic layers. Organic acids, essential oils, halogens എല്ലാം തന്നെ ഈ പ്ലാസ്റ്റിക് വെയറിൽ പെനട്രേറ്റ് ചെയ്യും. അത് വേറൊരു പ്രശ്നമാണ്. Then polypropylene advantage, it can withstand high temperature ആണ്, it can be sterilized. Disadvantage, it absorbs pigments and tends to become discolored. Pigments absorb ചെയ്തിട്ട് ഡിസ്കളേർഡ് ആകും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് മീൻസ് ഹൈ ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യുന്നതാണ് പോളിപ്രോപ്ലിൻ എന്ന് പറയുന്നത്. നമുക്കത് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. പോളികാർബണേറ്റ് ദെൻ വരുന്ന പോളികാർബണേറ്റ്. These are also used to make various laboratory utensils. അല്ലേ, പല ലബോറട്ടറി യൂട്ടൻസിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോളികാർബണേറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് മീൻസ് ടോയ് സ്ട്രോങ് ആസ് കമ്പയർഡ് ടു പോളിപ്രോപ്ലിൻ. പോളിപ്രോപ്ലിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര സ്ട്രോങ് ആണ്. It can be used by heating in the range of 100 degrees Celsius to minus 100 degrees Celsius to 160 degrees Celsius. ഓക്കെ, ഇത് നമുക്ക് ഹീറ്റ് ചെയ്യാൻ പറ്റും. ഹീറ്റിംഗ് റേഞ്ച് വിസ്റ്റാൻഡ് ചെയ്യും. മൈനസ് 100 ഡിഗ്രി സെൽഷ്യസ് ടു പ്ലസ് 160 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഹീറ്റിംഗ് വരെ ഇതിന് വിസ്റ്റാൻഡ് ചെയ്യാനുള്ള പോളികാർബണേറ്റിന് കപ്പാസിറ്റി ഉണ്ട്. These are extremely in centrifuge tubes and graduated cylinders. Mostly centrifuge tubesiനും graduated cylindersനൊക്കെ യൂസ് ചെയ്യുന്ന പോളികാർബണേറ്റ് ആണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അൺസ്യൂട്ടബിൾ ടു യൂസ് വിത്ത് സ്ട്രോങ് ആസിഡ്സ്, ബേസസ് ആൻഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ്സ്. ഇത് അൺസ്യൂട്ടബിൾ ആണ് ആരുമായിട്ട്? സ്ട്രോങ് ആസിഡ്, ബേസസ്, ഓക്സിഡൈസിങ് ഏജൻറ്റ്സ് ഇതുമായിട്ടൊക്കെ കാർബണേറ്റ് അൺസ്യൂട്ടബിൾ ആണ്. ക്ലോറിനേറ്റ് അലിഫാറ്റിക് ആൻഡ് അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് വിൽ ഡിസോൾവ് ഇറ്റ്. ഇതിനകത്ത് അരോമാറ്റിക് ആൻഡ് അലിഫാറ്റിക് ഹൈഡ്രോകാർബൺസ് ഡിസോൾവ് ചെയ്യും. ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള അലിഫാറ്റിക് ആൻഡ് അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് പോളികാർബണേറ്റിൽ ഡിസോൾവ് ചെയ്യും. ഇറ്റ് ഈസ് ഇൻസോലുബിൾ ഇൻ അലിഫാറ്റിക് ഹൈഡ്രോകാർബൺസ്, സം ആൽക്കഹോൾസ് ആൻഡ് ഡയലൂട്ട് അക്വസ് ആസിഡ്സ് ആൻഡ് സോൾട്ട്സ്. ഇത് ഇൻസോലുബിൾ ആയിരിക്കും അലിഫാറ്റിക് ഹൈഡ്രോകാർബൺസിൽ, ചില ആൽക്കഹോൾസിൽ, ഡയലൂട്ട് അക്വസ് ആസിഡ്സ് ആൻഡ് സോൾട്ട്സിൽ ഇത് ഇൻസോലുബിൾ ആയിരിക്കും. ദെൻ ഫ്ലൂറോകാർബൺ റെസിൻ, പ്ലാസ്റ്റിക്, ടെഫ്ലോൺ, ഫ്ലൂറോകാർബൺ റെസിൻസ്. ഓക്കെ,
ദീസ് ആർ യൂണീക്ക് പ്ലാസ്റ്റിക് വയേഴ്സ് ആണ്. ഫ്ലൂറോ കാർബൺ റെസിൻസ് എന്ന് പറയുന്നത് യൂണീക്ക് പ്ലാസ്റ്റിക് വയേഴ്സ് ആണ്. കെമിക്കലി ഇനേർട്ട് ആണ്. ഓക്കെ, ഇതിൻ്റെ അഡ്വാൻറ്റേജ് മീൻസ് റെസിസ്റ്റൻറ്റ് ടു കൊറോഷൻ അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചറിൽ ഇത് റെസിസ്റ്റൻ്റ് ആയിരിക്കും, ഇത് കൊറോഷന് റെസിസ്റ്റൻ്റ് ആയിരിക്കും. ടെഫ്ലോൺ റെസിസ്റ്റ് എക്സ്ട്രീം ടെമ്പറേച്ചർ റേഞ്ചിങ് ഫ്രം -270°C ടു +255°C. മെയിൻലി നമ്മൾ ഒരുപാട് ഹീറ്റിംഗ് പർപ്പസിന് ടെഫ്ലോൺ യൂസ് ചെയ്യാറുണ്ട്. കാരണം അത് ഹൈ ടെമ്പറേച്ചർ ഡെസിക്കേഷനൊക്കെ ടെഫ്ലോൺ യൂസ് ചെയ്യാറുണ്ട്, വിത്ത്സ്റ്റാൻഡ് ചെയ്യും അല്ലേ. നമ്മൾ ടെഫ്ലോൺസ് ഒരുപാട് ആവശ്യത്തിന് വേണ്ടി ടെഫ്ലോൺസ് ബീക്കേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. Bottles and beakers made of this material are suitable for use in cryogenic experiments and very cold experiments -196°C എക്സ്പെരിമെൻറ്റ്സിന് വരെ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ഈ ഫ്ലൂറോ കാർബൺ റെസിൻസ് അല്ലെങ്കിൽ ടെഫ്ലോൺസ് ഉപയോഗിക്കാറുണ്ട്. ദീസ് ആർ ട്രാൻസ്ലൂസൻറ്റ് ആൻഡ് വൈറ്റ്. ട്രാൻസ്ലൂസൻ്റ് ആണ്, വൈറ്റ് കളേർഡ് ആണ്. These are inert to corrosive reagents as boiling nitric acid and sulfuric acid. നമ്മൾ നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡ് ബോയിൽ ചെയ്യാൻ വേണ്ടി വേണമെങ്കിലും ഈ ഫ്ലൂറോ കാർബൺ റെസിൻ അല്ലെങ്കിൽ ടെഫ്ലോൺ യൂസ് ചെയ്യാം. ബിക്കോസ് ഇത് കൊറോസീവ് ആയിരിക്കും, ഇതിനെതിരെ കൊറോസീവ് ആയിരിക്കും, ആസിഡ്സിനെതിരെ കൊറോസീവ് ആയിരിക്കും. ആൻഡ് ദേ വിൽ ഓൾസോ ടോളറേറ്റ് ബോയിലിംഗ് ഹൈഡ്രോ കാർബൺസ്, കീറ്റോൺസ്, എസ്റ്റേഴ്സ് ആൻഡ് ആൽക്കഹോൾസ്. ഇതിനെല്ലാം തന്നെ ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവും, അതായത് ഹൈഡ്രോ കാർബൺസിനെയും കീറ്റോൺസിനും എസ്റ്റേഴ്സിനും ദെൻ ആൽക്കഹോൾസിനെയൊക്കെ ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ടെഫ്ലോണിനും ഉണ്ട്. ഇറ്റ്സ് ക്വൈറ്റ് ഈസി ടു ക്ലീൻ ആൻഡ് ഫാസ്റ്റ് ഡ്രൈ. അല്ല, ഇത് പെട്ടെന്ന് ക്ലീൻ ആകുന്നത്, പിന്നെ അതിൽ സ്റ്റിക്ക് ഓവർ ഒന്നും ആകത്തില്ല. ഇത് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഫർണസിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ടെഫ്ലോൺ ഈസ് യൂസ്ഡ് സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് സ്റ്റോപ്പ് കോക്ക്, സ്റ്റിയറിംഗ് ബാർസ്, ബോട്ടിൽ ക്യാപ്പ് ലൈനേഴ്സ്, ട്യൂബിങ്, ഇതിനെല്ലാം തന്നെ ടെഫ്ലോൺ യൂസ് ചെയ്യാറുണ്ട്. ലൂബ്രിക്കേറ്റിംഗ് സ്റ്റോപ്പ് കോക്കായിട്ട്, അടപ്പായിട്ട് യൂസ് ചെയ്യാറുണ്ട്. സ്റ്റിയറിംഗ് ബാർസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ബോട്ടിൽ ക്യാപ്പ് ലൈനേഴ്സ് ആയിട്ട്, ട്യൂബിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട് നമ്മൾ ടെഫ്ലോൺസ്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് മീൻസ് ഈസിലി സ്ക്രാച്ച്, ക്യാൻ ഈസിലി ബി ബെൻഡ്. ഇത് പെട്ടെന്ന് സ്ക്രാച്ച് വരും. പിന്നെ ഒരു ടെമ്പറേച്ചർ കുറച്ച് കൂടിയാൽ ഇത് ബെൻഡ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, then various physical properties of various types of plastic wires ആണ്. അത് അടുത്ത ക്ലാസ്സിൽ എടുക്കും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ. അപ്പം ഇതുവരെ ഈ ക്ലാസ്സിലുണ്ട്. ഇപ്പം നിങ്ങൾ പഠിക്കുന്നെന്ന് വിചാരിക്കുന്നു. മാക്സിമം എഫേർട്ട് എടുത്ത് ഓരോ വ്യക്തിയും പഠിക്കുക. നിങ്ങളെപ്പോലെ 10,000 ആൾക്കാർ പഠിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ വിചാരിക്കും ഞാനായിരിക്കും ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന. അത് നമ്മളെ തെറ്റായ ധാരണയാണ്. നമ്മളെക്കാളും എത്രയോ ഇരട്ടി പഠിക്കുന്ന ആൾക്കാർ കാണും. അപ്പോൾ നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്താൽ മാത്രമേ അതിന് മാക്സിമം